നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. സ്വലാത്ത് ചൊല്ലുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ ആശിഖീങ്ങൾക്കും ഹൃദ്യമായ സ്വാഗതം. സ്വലാത്തിൻ്റെ ഒരു മത്സരം നടക്കാൻ പോവുകയാണ്. മുഹറം 1 മുതൽ റബീഉൽ അവ്വൽ 30 വരെ. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ കോഡ് നമ്പർ കിട്ടിയിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന മുഹറം മുതൽ നമ്മൾ മത്സരം തുടങ്ങുകയാണ്. അതിൽ വിജയിക്കുന്ന, നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്ന ആൾക്ക് നമുക്ക് സമ്മാനങ്ങൾ കൊടുക്കണം. ആ സമ്മാനത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് വാട്സപ്പിൽ അറിയിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഇഷ്ടം വയ്ക്കുന്നു, സ്നേഹിക്കുന്നു. ആ തങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെ നമുക്ക് സ്നേഹിച്ചൂടെ? നമ്മളെക്കാൾ കൂടുതൽ സ്വലാത്തിൽ, നമ്മളെക്കാൾ കൂടുതൽ ഇഷ്ടം വയ്ക്കുന്ന അവരെ നമുക്കും സ്നേഹിക്കാമല്ലോ. അൽഹംദുലില്ലാ. അത്തരത്തിൽ വിജയിക്കുന്ന ഒരു വിജയിയെ, അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും നമുക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ. അതൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്താണ്. ഒരിക്കലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏറ്റവും കൂടുതൽ ആടുകൾ അല്ലാഹു തആല കൊടുത്തൊരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കാട്ടിൽ ആടിനെയും കൊണ്ട് പോയപ്പോൾ മൃഗങ്ങളും അതേപോലെ വന്യജീവികളുള്ള ആ കാട്ടിൽ ഇവിടെ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. അള്ളാഹുവിൻ്റെ ദിക്ർ ഇങ്ങനെ ചൊല്ലുന്നു. ഒരു മനുഷ്യൻ്റെ ശബ്ദം കേൾക്കുന്നു. ഒരു മനുഷ്യവാസം പോലും ഇല്ലാത്ത ആ ഒരു കാട്ടിൽ ഒരു മനുഷ്യൻ്റെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ ആ ശബ്ദം കേട്ട് അരികിലെത്തി ആ മനുഷ്യൻ്റെ തോളത്ത് തട്ടിയിട്ട് ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ പറഞ്ഞ ആ ദിക്ർ ആ ഒന്നുകൂടി, അള്ളാഹുവിൻ്റെ ആ നാമം ഒന്നുകൂടി പറയുമോ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ആ ശബ്ദത്തിലൂടെ അത് പറഞ്ഞു. കാരണം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ. ആ അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് വല്ലാത്ത സന്തോഷവും, വല്ലാത്ത നമ്മൾ ഇഷ്ടപ്പെടുന്നവരെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് ഒരു അനുഭൂതി ഉണ്ടാവുമല്ലോ, അതവിടെ നിന്ന് വന്നു. അങ്ങനെ ഒരിക്കൽ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാം മനുഷ്യന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആട്ടുംപട്ടങ്ങൾ മൊത്തത്തിൽ നിന്ന് പകുതി എന്ത് ചെയ്തു? ആ ഒരു തവണ അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞതിന് പ്രതിഫലമായിട്ട് കൊടുത്തു. അതുപോലെ അത് കേൾക്കാനുള്ള ആ ഒരു കൊതി കൊണ്ട് രണ്ടാമതും അദ്ദേഹത്തിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആവശ്യപ്പെടുകയാണ്, എൻ്റെ അള്ളാഹുവിൻ്റെ നാമം ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് പറയുമോ? അങ്ങനെ അയാൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറഞ്ഞു. രണ്ടാമതും നിങ്ങൾ ആ പറഞ്ഞതിനുള്ള പ്രതിഫലമായിട്ട് എൻ്റെ മുഴുവൻ ആട്ടിൻകുട്ടികളെയും അദ്ദേഹത്തിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊടുത്തു എന്നുള്ളതാണ് ചരിത്രം. ഇതെന്തുകൊണ്ടാണ്? സ്നേഹിക്കുന്ന ആളെപ്പറ്റി പറഞ്ഞപ്പോൾ കയ്യിലുള്ളതെല്ലാം അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തു. അപ്പോൾ ഇന്ന് സ്വലാത്ത് ചെല്ലുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളൊക്കെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക. അവർക്ക് വിജയിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്നതൊക്കെ കൊടുക്കാനും കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അതിൻ്റെയൊക്കെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ അത് വലിയ തൗഫീഖല്ലേ. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ വാട്സപ്പിൽ അറിയിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.